ചേന പറിക്കാൻ വന്നാണ്. സ്ഥലം കാണാനില്ല. ഇവിടൊക്കെ ഒന്ന് മാന്തി തെരഞ്ഞൊക്കെ നോക്കണം. അപ്പം നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കന്യാകുമാരിയിൽ നിന്ന് പോയിട്ടുള്ള മുക്കൂര് തമിഴന്മാർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കടലിൽ നെറ്റിൻ്റെ വല മുക്കിയിടും. അതിലൊക്കെ കുപ്പൂസ്, ബ്രെഡ്, ബണ്ണ് ഇതൊക്കെ പഴയത് ഇട്ട് വയ്ക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ കടലിൽ പോയിട്ട് വീണ്ടും അത് പൊക്കിയെടുത്ത് മീനെ പിടിക്കും. അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പക്ഷേ ഈ കടലിൽ ഒരു അടയാളം പോലും ഇല്ല. അവിടെ പോയിട്ടാണ് അവർ പിടിക്കുന്നത്. എനിക്ക് ചേന കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? അപ്പോൾ ഈ ചേനക്കട നമ്മൾ പറിക്കാനായിട്ട് കുറച്ച് അകലത്തിലിട്ട് പറിച്ചെടുക്കണം. അപ്പം നാടൻ ചേനയൊക്കെ നമ്മൾ ഇതുപോലെ കൃഷി ചെയ്താൽ മാത്രമേ ഇന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നേരെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചേന പറിക്കാം. അപ്പോൾ ഇത് ഇത്തിരി വലിപ്പം കൂടിയ സാധനമാണ്. കണ്ടോ, കണ്ടതിലും വലുതാണ് അളയിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ. ഞാൻ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടപ്പോൾ ചെറുതാന്ന് വിചാരിച്ചു. പക്ഷേ ഇത് മണ്ണിനടിയിൽ അവൻ വിസ്തരിച്ച് അങ്ങോട്ട് കിടക്കാണ്. കണ്ടോ, ഇതാണ് സാധനം. അപ്പം ഞാൻ ഇതൊരു പിക്കാസ് കൊണ്ടുവന്നിട്ട് കൊത്തിയെടുക്കാണ്. അപ്പോൾ പിക്കാസ് ആകുമ്പോൾ 2 തലകളുണ്ട്. അതിൻ്റെ ഇരുതല മൂരി ഒരു പാമ്പുണ്ട്. അതുപോലെ തന്നെ ആണ്. കണ്ടോ, അപ്പം നമ്മളുടെ പിക്കാസക്ക് ഇവനെ തിക്കി പറിച്ച് കൊണ്ടെടുക്കാണ്. ചേനയാണ് ഈ കാളൻ എന്ന് പറയുന്ന കറി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഉത്തമം. അപ്പം ഉണ്ടല്ലേ, അടിപൊളി ചേനയാണ്. ഒരു 5 കിലോ സാധനമുണ്ട്. അപ്പം ഞാൻ ഇത് കൃഷി ചെയ്ത് 1/2 കിലോ ചേന ഒരു 3 അടി വട്ടത്തിലുള്ള ഒരു കുഴിയിൽ കുറേ ചപ്പ് ചവറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് ഇത് വെച്ച് കൊടുത്തത്. അപ്പോൾ ഒരു 35 രൂപ ചേന, ഒരു 40 രൂപയ്ക്കുള്ള ചാണകം അതും കൂടി ഇട്ട് കൊടുത്തു. കണ്ട് ഇപ്പോൾ ഇന്നാണ് പറിക്കാവുന്ന സാധനം കിട്ടി ഒരു 5 കിലോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു 350 രൂപ. എൻ്റെ ചിലവ് 75 രൂപ. അപ്പോൾ ഇത് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കിട്ടില്ല. ഇത് നമ്മളിപ്പോൾ എൻ്റെ വീട്ടാവശ്യത്തിന് എനിക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ ഒരു 5 കട ചേനയാണ് കുഴിച്ചിട്ടത്. അതുപോലെ ഞാൻ കൃഷി ചെയ്യുമ്പോൾ ഒക്കെ എൻ്റെ വീട്ടാവശ്യത്തിന് മാത്രമാണ് കൃഷി ചെയ്യുള്ളൂ. കാരണം കൃഷി വളരെ ലാഭമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം അതുകൊണ്ടാണ് ഞാനൊരു ബിസിനസ്സുകാരൻ. നിങ്ങൾ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയിരിക്കുന്നത് മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യണം അല്ലേ? അതന്നെ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഇനി വീട്ടിൽ കൊടുക്കണം. അപ്പോൾ ഇത് ചേനയ്ക്ക് സബിതയ്ക്ക് ഒരു പണിയുണ്ട്, പപ്പടം ഉണ്ടാക്കുക, ചേന പപ്പടം. അപ്പോൾ അതിന് ഞാൻ അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ ചേന പപ്പടത്തിന് വേണ്ടി നമ്മളിങ്ങനെ സ്ലൈസ് ആക്കുമ്പോൾ അതിൽ മണ്ണ് കടിക്കും. അപ്പോൾ ചേന വളരെ നല്ലൊരു ഭക്ഷണമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് ചേന. പണ്ട് കാലത്തൊക്കെ തുടങ്ങിയിട്ട് വറക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഇത് വേനൽക്കാലത്ത് തന്നെയാണ് ഇത് കുഴികുത്തി കുഴിച്ചിടുക. പുതുമഴ പെയ്യണതിന് മുന്നേ ഇത് നമ്മൾ കുഴിച്ചിടും. അപ്പം ഞാനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല വാഴ അതുപോലെ ചേനയൊക്കെ പറിക്കുമ്പോൾ തന്നെ അവിടെ വലിയൊരു നല്ല വട്ടം വീശിയിട്ട് വയ്ക്കും. അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ ഇനി കുറച്ച് ചപ്പ് ചവറൊക്കെ വാരിട്ടാൽ മതി. അപ്പോൾ കുഴി കുത്താനുള്ള ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു 5 കിലോ ആണ് ഈ സാധനം. അപ്പോൾ അവിടെ സബിതയ്ക്ക് ഇത് സ്ലൈസാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം. കണ്ടോ, അപ്പോൾ ചേന നമ്മൾ വട്ടത്തിൽ സ്ലൈസാക്കിയിട്ട് 1 സെൻറ്റിമീറ്റർ പാടില്ല കട്ടി. 1 സെൻറ്റിമീറ്റർ കട്ടിയിൽ ഇങ്ങോട്ട് സ്ലൈസാക്കി എടുക്കുക. എന്നിട്ട് നമ്മളൊരു ചോറും പാത്രം, ചോറും പാത്രത്തിൻ്റെ മൂടി തന്നിട്ട് അതൊക്കെ ഒരൊറ്റ കൊട്ടാണ്. അതുകൊണ്ട് കറക്റ്റ് ഷേപ്പ് കണ്ടോ. അപ്പോൾ കറക്റ്റ് വൃത്താതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വറുത്തെടുക്കണം. അപ്പോൾ തിളച്ച എണ്ണയിലിട്ടാൽ മതി. അടിപൊളി സാധനമാണ്. ഒരു 2-3 മിനിറ്റിൽ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ കുറച്ച് നല്ല ഉണങ്ങിയ ബ്ലാക്ക് പെപ്പർ, അത് കുരുമുളക്, അത് ഇടിച്ച് പൊടിച്ച് വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനാണ് സബിതയുടെ പണി ഇതൊക്കെ ഇടിക്കല്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണവും സ്വാദും നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിനാണ് ഉപയോഗിക്കുള്ളൂ. ഉപയോഗിക്കുന്ന സമയത്താണ് അവളുടെ ഈ പൊടി. അപ്പോൾ സാധനം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ അടുത്ത് ഇട്ട് കൊടുത്തു. ഇനി കണ്ടോ, ഈ
നമ്മൾ സാധാരണ ചിപ്സൊക്കെ വറക്കണ പോലെ തന്നെ വറുത്ത് പുറത്തേക്ക് എടുത്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ പൊടി കണ്ടോ, പിന്നെ ഒരു പെപ്പർ കണ്ടോ, സാൾട്ട് ആൻഡ് പെപ്പർ സിനിമ പോലെ തന്നെ കണ്ടോ, സാൾട്ടും പെപ്പറും. സാൾട്ട് ആൻഡ് പെപ്പർ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇതുപോലെ സാധനം ഇട്ട് കൊടുക്കാം. അപ്പോൾ സാൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് കൊടുത്തു. ഇനി സ്വാദിഷ്ടമായിട്ട് എപ്പോഴെങ്കിലും കഴിക്കുക. അടിപൊളി സാധനമാണ്. അപ്പം ഞാനൊക്കെ കൂടുതലും ഇതാ ചൂട്ടോടു കൂടി തന്നെ കഴിക്കും. അല്ലെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ അടിക്കുക. അതൊക്കെയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഫ്രൈ ആണ്. പപ്പടമൊക്കെ നമ്മൾ ഇന്ന് ഉഴുന്ന് മൈദ അതൊന്നല്ല, ഉഴുന്നൊന്നും ഇപ്പോൾ ചേർക്കണില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ കിലോയ്ക്ക് 140 രൂപയ്ക്കാണ് കിലോയ്ക്ക് വില. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ചിലവ് വേറെ. പപ്പടം തന്നെ 140 രൂപയ്ക്ക് കിലോയ്ക്ക് കിട്ടും, പപ്പടം ഉണ്ടാക്കിയത്. അപ്പം ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ വേണമെങ്കിൽ പപ്പടം ഉണ്ടാക്കിയത് വിൽക്കുന്നത് 140 രൂപയ്ക്കാണ് മേടിക്കുക. വിൽപ്പന അപ്പോൾ 100 ഗ്രാമിന് 20 രൂപ എന്ന് പറഞ്ഞിട്ട് വിൽക്കും. അപ്പോൾ അതൊന്നും ഉഴുന്നും മൈദയും അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടുകളൊന്നല്ല, അരിപ്പൊടി ഉഴുന്ന് സാധനമാണ് കൂട്ടുക. അപ്പോൾ ഇന്ന് ഈ ഡ്യൂപ്ലിക്കേറ്റ് പപ്പടം കഴിക്കുന്നതിനാണ് നല്ലത് ഒറിജിനൽ ചേന പപ്പടം. കണ്ടില്ലേ, സ്വർണ്ണ കളറാണത്. കണ്ട തന്നെ കൊതിയായിട്ട് വേണ്ടല്ലേ നിങ്ങൾക്ക്. എനിക്ക് കൊതിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഈ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് സന്ദേശം കൊടുക്കുക. ഈ ലൂക്കച്ചേനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ യൂട്യൂബൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ ഡെയിലി ഇതുപോലെ കൃഷിയും മറ്റ് കൃഷിയോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ആണ് എൻ്റെ വിഷയം. കണ്ടല്ലേ, ഇഷ്ടം പോലെയാണ് ഫ്രൈ ചെയ്ത് വെച്ചത്. അപ്പോൾ സബിതയ്ക്കെന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മക്കൾക്കും കെട്ടിയോനും കൊടുക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം. അപ്പോൾ അടിപൊളി സാധനം കണ്ടോ. അപ്പോൾ ഇതാണ് പറയുന്നത് കെട്ടിയോളാണ് മാലാക. ഇതൊക്കെ കണ്ടിട്ടാണ് കെട്ടിയോളാണ് മാലാക എന്നുള്ള സിനിമ തന്നെ പിടിച്ചത്. ഇത് പണ്ട് ഞാൻ ഇതുപോലത്തെ വീഡിയോ ഇട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടാണ് അവർ ഈ പാട്ടെന്ന് പറയുന്നത് കെട്ടിയോളാണ് മാലാക സിനിമ പിടിച്ചത് തന്നെ. അപ്പോൾ ഇനി അടുത്ത ആഴ്ചയില്ല, ഇനി 2 ദിവസങ്ങളിൽ വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, വണക്കം.